ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് അത്താഴത്തിന് എന്തൊക്കെ ഉള്ളത് നോക്കുക. ചോറും അതുപോലെ തന്നെ പരിപ്പ്, ചേമ്പ്, തക്കാളി എല്ലാത്തിനും ഞാൻ കുറേ ചേർക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ തക്കാളി കുറേ പഴുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിലും ഞാൻ തക്കാളി നല്ലോണം ചേർക്കുന്നുണ്ട്. പിന്നെ അതാ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കറിയിലേക്കുള്ളതും പൊരിക്കാനുള്ളതും. മീൻ കറി വെച്ചതിലുള്ള മീൻ ആരും തിന്നൂല, അതുകൊണ്ട് 2 പൊരിക്കാനാക്കി 3 കറിയിലേക്ക് ഇട്ടു. പിന്നെ അതുപോലെ തന്നെ കുക്കറിൽ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, അതൊന്ന് കുത്തി ഉടയ്ക്കണം. പിന്നെ അതാ തേങ്ങ നോക്കിയാലും കുറച്ചോ ഉള്ളേനു. ഇനിയിപ്പോൾ തൽക്കാല സമയത്ത് പറഞ്ഞാൽ നല്ല ചീത്തയേക്കും. എന്താ വെച്ചാൽ എന്തോ വേണോ കുറേ വട്ടം ചോദിച്ചു. ഞാൻ ഒന്നും വേണ്ട, ഇവിടെ എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞ്. അങ്ങനെയുള്ള തേങ്ങ വെച്ച് അരച്ച്, തേങ്ങയിൽ എന്തൊക്കെ ചേർത്ത് കരിവേപ്പിലയും വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഇട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്ത് വെച്ച പരിപ്പ് ഞാൻ അതിലേക്ക് അരപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറുകി വരുമ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ചൂട് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകും. പിന്നെ അതാ മീൻകറി ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ അതാ വറവിടാൻ വേണ്ടി പോവാണ് പരിപ്പിലേക്കുള്ളത്. കടുകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. കടുക് എനിക്ക് കുറേ ഇടണം കേട്ടോ, അപ്പോൾ കറികളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഇവിടെ വറവിട്ടത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചൂട് കാണുമ്പോൾ ഒന്ന് കുറുകിക്കോളും. പിന്നെ അതിന് ശേഷം ആ ചീഞ്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് കരിവേപ്പിലിട്ട് മീൻ പൊരിക്കാനാക്കി. അങ്ങനെ മീനും റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ മീനിൻ്റെ ചൊയ വലിയ ഇഷ്ടമല്ല, എന്തോ ഒരു ചൊയാണ്. അതുകൊണ്ട് തന്നെ ഇതാ വലിയ ആളാണ് ഫസ്റ്റ് ചോറ് നിന്നത്. ഞാൻ കാണിച്ചു തരാം ആരാന്നുള്ളത്. വേറെ ആരുമല്ല, അസമോളാണ് ഫസ്റ്റ് വലിയ കാര്യത്തിൽ ചോറ് വേണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അവൾ ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അതിൽ ഞാൻ തന്നെ ബാക്കി തിന്ന്. പിന്നെ അതാ ഹസ്ബൻ്റെ പപ്പ ഇതാ ഇരുന്നിക്കുന്ന ചോറൊക്കെ. എനിക്ക് ചായ നിർബന്ധമല്ല, ഹസ്ബൻ്റെ പപ്പയ്ക്ക് നിർബന്ധമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ.